ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് സെയിം എക്സസൈസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നെങ്കിൽ പോലും ചെറിയ വ്യത്യാസം. ഇവരിവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. 2 നെഗറ്റീവ് ആയിരിക്കണം, ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കണം, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം എന്നൊക്കെ അവർ പറഞ്ഞേക്കുക. നമ്മൾ ചെയ്തല്ലേ പറ്റൂ. പക്ഷെ മുമ്പ് നമ്മളൊന്നും പറഞ്ഞില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ആയിരുന്നു. നമ്മുടെ ഇഷ്ടമാണ് പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ എന്നൊക്കെ ആൻസർ മാത്രം കിട്ടിയാൽ മതിയായിരുന്നു അവർക്ക്. അപ്പം നമ്മൾ ചെയ്യുന്ന രീതി അറിയാം. ഇത് അതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. ഞാനിപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് പെയർ ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന്. 2 നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വേണം, അവരുടെ ഡിഫറൻസും വേണം, ആൻസർ 8ഉം വേണം. മുമ്പത്തെ പോലെ തന്നെയാണ്. 8 എടുക്കുക, ആൻസർ എടുത്തു. അവർ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ് ആണ്, ഡിഫറൻസ് കൊടുത്തു. ഈ കേസ് അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എടുക്കുന്ന സംഖ്യ 8-നെക്കാട്ടി വലുതായിരിക്കണം. ഞാൻ 9 എടുക്കുവാണേ. മനസ്സിലായോ? അവർ കണ്ടീഷൻ പറഞ്ഞത് കൊണ്ട്. കണ്ടീഷൻ പറഞ്ഞില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നിങ്ങൾക്ക് ചെറുതെടുക്കാം, വലുതെടുക്കാം. കണ്ടീഷൻ പറഞ്ഞത് കൊണ്ട് 9 എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് മൈനസ് ആയി. അപ്പൊ എന്ത് ചെയ്യും? ഉടനെ നമ്മൾ അഡിറ്റീവ് യൂസ് ചെയ്യും. നമ്മൾ 8 ഇവിടെ തൊട്ടല്ലേ അഡിറ്റീവ്. മൈനസ് സൈൻ പ്ലസ് ആയി, +9 നമ്മൾ കൊടുത്തത്, -9 ആയി. ഓക്കെ, ഇതേ പ്ലസും മൈനസും വന്നു. എന്ത് ചെയ്യും? നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. 1 ആരുടെ സൈൻ കൊടുക്കും? -1. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് കിട്ടി. -1ഉം നമ്മൾ എത്ര ആഡ് ചെയ്ത് കൊടുത്തത്? 9. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ. ആൻസേഴ്സ് ഏതൊക്കെയാണ്? -1ഉം -9ഉം. കണ്ടോ, 2 മൈനസ് കിട്ടിയില്ലേ? ചെക്ക് ചെയ്ത് നോക്കിയേ ശരിയാണോ എന്ന്. -1 ഇവിടെ മൈനസ് വന്നുകൊണ്ട് അഡിറ്റീവ് ഇൻവേഴ്സ് ഇത് ഉണ്ടാകും. പ്ലസ് ഇതും +9 അല്ലേ? അഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ സൈൻ മാറി. ഓക്കെ, ഒരു പ്ലസും മൈനസും വന്നു, സബ്ട്രാക്ട് ചെയ്തു, വലുതിന്റെ സൈൻ -8 കിട്ടി. സിമ്പിൾ അല്ലേ? അത് കിട്ടി. അപ്പൊ അതിലെ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിം പോലെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത്. അവര് പറഞ്ഞ ഒരു പോസിറ്റീവ് സംഖ്യ സമ്മാണ്, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം, ആൻസർ -5 ആയിരിക്കണം. ഇതും അതുപോലെ അവർ കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ 5-നെക്കാട്ടി വലിയൊരു സംഖ്യ എടുത്തു. ഇവിടെ ആൻസർ എന്നാ -5. ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ്. വലിയ സംഖ്യ എടുത്തു. എത്ര കൊടുക്കണ്ടേ? 9 കൊടുക്കട്ടെ. ഓക്കെ, 9 കൊടുത്തു. ഒരു പ്ലസും മൈനസും വന്നു. ആൻസർ എത്രയാണ്? 3 അല്ല 5 4 അല്ലേ? 4. വലുതിന്റെ സൈൻ 9 അല്ലേ വലുത്? അപ്പൊ 9ന്റെ സൈൻ പ്ലസ്. ആൻസേഴ്സ് കിട്ടിയില്ലേ? 4ഉം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത എത്രയാണ്? +9. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ -9. ഇതൊക്കെയാണ് നമ്മുടെ വാല്യൂസ്. 4ഉം -9ഉം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണോ? +4 ആഡ് ചെയ്യാൻ -9. ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തു, വലുതിന്റെ സൈൻ -5. ഓ, നമ്മൾ പേടിച്ചു പോയി അല്ലേ? നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞപ്പം എന്ത് ചെയ്യുന്നല്ലേ? ഉണ്ടല്ലോ, കണ്ടീഷൻ പറഞ്ഞപ്പോ ഒരു മാറ്റം വന്നില്ലേ? വന്നു. വലിയ സംഖ്യ എടുക്കണം. അടുത്ത അതിനേക്കാൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒരു നെഗറ്റീവും ഡിഫറൻസ് കാണാനാ. ഒരു പോസിറ്റീവ് ആയിരിക്കണം, ആൻസർ -3. ഡിഫറൻസും ആണ്, ആൻസർ -3. ഈ കേസിൽ മാത്രം. അതായത് ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം ആ കണ്ടീഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവുമാണ്, ഡിഫറൻസും ആണ്, ആൻസർ മൈനസും വരണമെങ്കിൽ ഇവിടെ മാത്രം എന്താണെന്ന് അറിയാവോ? നമുക്കിവിടെ 3 ഇല്ലേ? 3 അതിനെക്കാട്ടി ചെറിയ സംഖ്യ എടുക്കണം. ചെറിയ വ്യത്യാസത്തിലേ പ്രോബ്ലം ചെയ്യുന്നത്. 3 എടുത്തിട്ട് അതിന്റെ ചെറിയ സംഖ്യ എത്രയാണ്? 1. അതെടുത്തിട്ട് ഞാനിവിടെ നമ്മൾ വാല്യൂസ് ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 3 എടുത്തിട്ട് അതിൽ നിന്ന് 1 അങ്ങ് സബ്ട്രാക്ട് ചെയ്തു. എത്ര കിട്ടി? 2. എത്ര കിട്ടി? 2. ഇത് നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതേതാണെന്നറിയാമോ? കിട്ടിയിരിക്കുന്നത് ഒന്ന് നമുക്ക് കിട്ടിയ ആൻസർ 2ഉം ഒന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത എത്രയാണ്? നമ്മൾ എടുത്ത സംഖ്യ എത്രയായിരുന്നു? +1 അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് സൈൻ -1. നോക്കിയേ, -1ഉം ഒരെണ്ണം ഇതും കണ്ടോ? ഇത് ചെയ്ത് നോക്കാമല്ലോ. ഇത് -1 മൈനസ് സൈൻ വന്നുകൊണ്ട് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. പ്ലസ് ആകും, ഇത് മൈനസ് ആകും, -2 കണ്ടോ? 2 മൈനസ് വന്നു, ആഡ് ചെയ്തു, -സൈൻ. ഇത്രയേ ഉള്ളൂ മക്കളെ. ചെറിയൊരു വ്യത്യാസം. എന്തുകൊണ്ടാണ്? ഡിഫറൻസ് സൈൻ ആണ്, സബ്ട്രാക്ഷൻ ആണ്, മൈനസ് വാല്യൂ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കാട്ടി 3 എടുത്തിട്ട് അതിനെക്കാട്ടി ചെറിയൊരു സംഖ്യ
സബ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞു. കിട്ടുന്ന ആൻസർ ഒരെണ്ണോ, പിന്നെ നമ്മൾ എത്രയാണ് ആഡ് ചെയ്ത് കൊടുത്തത്? +1. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് -1. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചെറിയ വ്യത്യാസം അല്ലേ? പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചെയ്താൽ മതി. എത്ര പ്രാവശ്യം കാണും? 2 പ്രാവശ്യം. 2 പ്രാവശ്യം കാണണം. എന്നിട്ട് തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് വേറെ വേറെ വാല്യൂസ് ഇട്ടൊന്ന് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾ വേറെ വേറെ വാല്യൂസ് 0 ഒന്നും എടുക്കുക കേട്ടോ. കാരണം സംഖ്യകളെന്ന് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവും നെഗറ്റീവ് നിങ്ങൾ 3യെക്കാട്ടി ചെറുതെന്ന് പറഞ്ഞുകൊണ്ട് 2ഓ 1ഓ ഇടാവുള്ളൂ. എന്നിട്ട് കൊടുക്കില്ല, 0 ഇട്ട് കൊടുത്ത് ചെയ്യില്ല കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പമാവും മക്കളെ. എല്ലാവരും ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.